നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ മിഥുനം രാശിക്കാർക്ക് വളരെ സവിശേഷമായതാണ്. കർമ്മഫലദാതാവായ ശനി വക്രഗതിയിലേക്ക് മാറാൻ പോവുകയാണ്. ആദ്യമേ പറയട്ടെ, എല്ലാ വർഷവും ശനി വക്രഗതിയിലാകാറുണ്ട്. ഇത് എല്ലാ വർഷവും സംഭവിക്കുന്ന ഒന്നാണ്, അല്ലാതെ 2026 മാത്രം സംഭവിക്കുന്ന പുതിയൊരു കാര്യമല്ല. ഏകദേശം 135 മുതൽ 145 ദിവസങ്ങൾ വരെ ശനി വക്രഗതിയിൽ തുടരാറുണ്ട്. ശനി ഏത് ഭാവത്തിലാണ് വക്രത്തിലാകുന്നത്, ആരുടെ നക്ഷത്രത്തിലാണ് വക്രത്തിലാകുന്നത്, ഏത് ഗ്രഹമാണ് ശനിയെ വീക്ഷിക്കുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും ശനിയുടെ വക്രഗതി ഫലം. ശനി വക്രഗതിയിലായാൽ എല്ലാം മോശമാകുമെന്ന് കരുതരുത്. മിഥുനം രാശിക്കാർക്ക് ഇതെങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ ശനി വക്രഗതിയിൽ തുടരും. മിഥുനം രാശിയുടെ 10ാം ഭാവത്തിലാണ് ശനിയുള്ളത്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് മിഥുനം രാശിക്കാർക്ക് ശനി 10ാം ഭാവത്തിലേക്ക് വരുന്നത്. ഇവിടെ വെച്ചാണ് ശനി വക്രഗതിയിലാകുന്നത്. ശനി ഇപ്പോൾ രേവതി നക്ഷത്രത്തിലാണ്, അതായത് ബുധന്റെ നക്ഷത്രത്തിലാണുള്ളത്. ബുധൻ നിങ്ങളുടെ രാശ്യാധിപനാണ്. കൂടാതെ 4ാം ഭാവത്തിന്റെ നാഥനും ബുധൻ തന്നെയാണ്. വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 12ാം ഭാവത്തിലും 7ാം ഭാവത്തിലും പതിക്കുന്നുണ്ട്. ശനി വക്രഗതിയിലാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നത് അവരവരുടെ വേഗതയ്ക്കനുസരിച്ചാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെയും ശനിയുടെയും വേഗതയിലുള്ള വ്യത്യാസം കാരണം ശനി പിന്നോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് വേഗതയിലെ വ്യത്യാസം മാത്രമാണ്. മിഥുനം രാശിക്കാരുടെ 10ാം ഭാവത്തിലാണ് ശനി വക്രഗതിയിലാകുന്നത്. ശനി നിൽക്കുന്ന 10ാം ഭാവം കരിയർ, കർമ്മം, തൊഴിൽ മേഖല എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇവിടെ ശനി വക്രത്തിലാകുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങും. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 10ാം ഭാവത്തിൽ ശനി വക്രത്തിലാകുമ്പോൾ ജീവിതത്തിൽ പുതിയതായ എന്തെങ്കിലും ചെയ്യണമെന്നും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നും നിങ്ങൾ ചിന്തിക്കും. ജോലിയിൽ കൂടുതൽ താല്പര്യം കാണിക്കും. പ്രത്യേകിച്ചും ബുധന്റെ നക്ഷത്രത്തിൽ വക്രത്തിലാകുമ്പോൾ മുൻപ് ജോലിയില്ലാതെ ഇരുന്നവർക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് മൂടുമാറുന്ന സ്വഭാവമുള്ളവർക്കോ ഇവിടെ സമയം മാറി വരുന്നതായി കാണാം. മിഥുനം രാശിക്കാർക്ക് ഈ 138 ദിവസങ്ങളിൽ ചില ദീർഘദൂര യാത്രകൾ ഉണ്ടായിരിക്കും. കുറച്ചധികം ഓട്ടപ്പാച്ചിലുകളും അനാവശ്യമായ യാത്രകളും ഉണ്ടായേക്കാം. വക്രഗതിയിലായ ശനിയുടെ ദൃഷ്ടി 12ാം ഭാവത്തിലും പതിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് വീട് വിട്ട് മാറി നിൽക്കേണ്ടി വന്നേക്കാം. എല്ലാ മിഥുനം രാശിക്കാർക്കും വീട് വിട്ടു പോകേണ്ടി വരുമെന്നല്ല ഇത് പറയുന്നത്. ആർക്കൊക്കെയാണോ ജാതകത്തിൽ അത്തരം യോഗങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ മാറി നിൽക്കണമെന്ന് ചിന്തിച്ചിരുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമാവുക. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട്ടിൽ നിന്ന് മാറി ദൂരെ എവിടെയെങ്കിലും ജോലി ചെയ്യാമെന്ന് കരുതുന്നവർക്ക് ദൂരേക്ക് പോകാനും മാറ്റങ്ങൾക്കും അനുകൂലമായ സമയം വരുന്നുണ്ട്. ഇനി മിഥുനം രാശിയുടെ 12ാം ഭാവം നോക്കിയാൽ നിലവിൽ വിദേശത്ത് താമസിക്കുന്നവർക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇന്ത്യയിലാണുള്ളതെങ്കിലും നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഒന്നിലധികം കാര്യങ്ങളിൽ കഴിവുള്ളവരായി മാറുകയും ചെയ്യും. ഇനി ഇതിലെ നെഗറ്റീവ് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 12ാം ഭാവത്തിൽ പതിക്കുന്നത് കൊണ്ട് ചിലവുകൾ വളരെയധികമായിരിക്കും. പല കാര്യങ്ങൾക്കായി തുടർച്ചയായി പണം ചിലവാക്കേണ്ടി വരും. പണം വരും, അതിൽ സംശയമില്ല. പക്ഷേ വന്നതുപോലെ തന്നെ കൈവിട്ടു പോവുകയും ചെയ്യും. ചിലവുകൾ പലപ്പോഴും കൂടുതലായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ കൈകാലുകളിൽ കഠിനമായ ക്ഷീണമോ വേദനയോ അനുഭവപ്പെട്ടേക്കാം. തലവേദന, മൈഗ്രെയിൻ എന്നിവ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. വ്യാഴത്തിന്റെ 9ാം ദൃഷ്ടി നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് പതിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കരിയർ ഭാവമായ 10ാം ഭാവം വളരെ സജീവമായിരിക്കും. കാരണം വ്യാഴം സ്വന്തം ഭാവത്തെ വീക്ഷിക്കുന്നതിനൊപ്പം ശനിയെയും വീക്ഷിക്കുന്നുണ്ട്. ഇത് കാര്യങ്ങളെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യും. അറിവും ബുദ്ധിയും കഴിവും വർദ്ധിക്കും. മാനേജ്മെന്റ്, IT, ടെക്നിക്കൽ മേഖലകൾ എന്നിവയ്ക്ക് ഇത് നല്ലതാണ്. ശനി ഇരുമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇരുമ്പ് സംബന്ധമായ ബിസിനസ് ഉണ്ടെങ്കിൽ ഈ സമയം മികച്ചതായിരിക്കും.
ഒക്ടോബർ 9 ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് പ്രവേശിക്കും. ശനി നിങ്ങളുടെ 8ാം ഭാവത്തിന്റെയും 9ാം ഭാവത്തിന്റെയും നാഥനായതുകൊണ്ട് ഗൂഢശാസ്ത്രങ്ങളിലുള്ള അറിവും ആഴത്തിലുള്ള ജ്ഞാനവും വർദ്ധിക്കും. ആത്മീയ യാത്രകൾ വർദ്ധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ആത്മീയതയിലേക്ക് തിരിയും. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് നടുവേദന, പേശിവേദന, കൈകാലുകളിൽ വേദന എന്നിവ വരാൻ സാധ്യതയുണ്ട്. അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അമ്മ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അമ്മയുടെ സ്വഭാവത്തിൽ അല്പം അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയോ ചെയ്തേക്കാം. ചെറിയ കാര്യങ്ങളിൽ പോലും അമ്മയ്ക്ക് അനാവശ്യമായ ആശങ്കകൾ ഉണ്ടായേക്കാം. ഇതോടൊപ്പം നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും ശ്രദ്ധ ആവശ്യമാണ്. കാരണം ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 7ാം ഭാവത്തിൽ പതിക്കുന്നുണ്ട്. വിവാഹ ജീവിതം പൊതുവെ കുഴപ്പമില്ലെങ്കിലും ചെറിയ കാര്യങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ പങ്കാളി അല്പം ശാഠ്യമുള്ളവരോ ദുർവാശിക്കാരോ ആയേക്കാം. നിങ്ങൾ അത്ര വാശി കാണിച്ചില്ലെങ്കിലും പങ്കാളി കൂടുതൽ വാശി കാണിച്ചേക്കാം. അവരുടെ സ്വഭാവം പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഒരു കാര്യത്തിനും ചാടി പുറപ്പെടരുത്. നിങ്ങൾ എവിടെ പോയാലും എന്ത് കാര്യം ചെയ്താലും ഓർക്കുക, ശനിക്ക് അച്ചടക്കമാണ് പ്രധാനം. എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടെ ചെയ്യുക. അമിതമായ ആവേശത്തോടെ കാര്യങ്ങൾ ചെയ്താൽ ശനി അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും നഷ്ടം വരുത്തുകയും ചെയ്യും. ഏത് കാര്യവും നിയമപരമായും അച്ചടക്കത്തോടെയും ചെയ്താൽ ശനി അവിടെ ഒരിക്കലും ദോഷം ചെയ്യില്ല. നിങ്ങളുടെ ജാതകത്തിൽ ശനി മോശമാണെങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ അച്ചടക്കത്തോടെയും സ്ഥിരതയോടെയും ആണെങ്കിൽ ആ കാര്യം പരാജയപ്പെടില്ല. വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലമാണ്. എന്നാൽ കുറച്ചുകൂടി നല്ല സമയം വരാൻ അല്പം കൂടി കാത്തിരിക്കണം. ഇപ്പോൾ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ, അതായത് ശരാശരി രീതിയിൽ മുന്നോട്ടു പോകും. മനസ്സിനല്പം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും വ്യാഴത്തിന്റെ അനുകൂല സ്ഥാനം കാരണം നല്ലൊരു വഴി തെളിഞ്ഞു വരും. മിഥുനൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.